അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മൗത്തും ഹയാത്തും സൃഷ്ടിച്ചത് പരീക്ഷിക്കുന്നതിന് വേണ്ടി എന്ന് പറയുമ്പോൾ പരീക്ഷൻ്റെ വേദി ഏതാണ്? വേദി ഈ ദുനിയാവാണ് അല്ലേ? ദുനിയാവാണ്. ടൈം ഏത് വരെയാണ്? മൗത്ത് വരെയാണ് അല്ലേ? ആരെ പരീക്ഷ നടത്തുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. പരീക്ഷ തന്നെ, ആ പ്രയോഗം തന്നെ അറിയിക്കുന്നുണ്ട് എന്ത്? പരീക്ഷൻ്റെ നത്തീജയെക്കുറിച്ച് അല്ലേ? റിസൾട്ടിനെ കുറിച്ച് അല്ലേ? റിസൾട്ടിനെ കുറിച്ച്. പരീക്ഷ എന്ത് വേണം? പരീക്ഷ ഒരു റിസൾട്ടിനെ അനിവാര്യമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ റിസൾട്ടിൻ്റെ വിഷയത്തിലൊരു സംശയമല്ല. അതല്ലേ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അത് എങ്ങനെയെന്നുള്ളത് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ എഴുതുന്നതിനനുസരിച്ചാണോ നമ്മളുടെ ഉസ്താദ് നമുക്ക് മാർഗ്ഗം തരിക? അല്ല, ഉസ്താദ് അറിയിച്ചതനുസരിച്ച് നമ്മൾ ഉത്തരം എഴുതുമ്പോഴാണ് അല്ലേ? നമ്മൾ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ ചിലപ്പം ചില ആളുകൾ നല്ല ഭംഗിയിൽ എഴുതിയെന്നൊക്കെ വരും, പക്ഷെ വട്ടപൂജയിക്കാരൻ. കാരണം എന്താ? പരീക്ഷ നടത്തിയ ആൾ പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരമുണ്ട്, പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് അല്ലേ? അതാണ് ഉത്തരത്തിൽ തെളിയേണ്ടത്, പേപ്പറിൽ തെളിയേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ പരീക്ഷിക്കുമ്പോൾ നമ്മളൊരു നല്ല ഭാഗതയും പ്രതീക്ഷിക്കുന്നിട്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിൽ ഉത്തരം എഴുതേണ്ടത്? ആരാണ് പരീക്ഷ നടത്തുന്നത്? പരീക്ഷ നടത്തുന്നവൻ്റെ ഇംഗിതം, ഇഷ്ടം, വിധി, തേട്ടം, ആവശ്യം, അതാണ് ഇവിടെ തെളിയേണ്ടത്, പരീക്ഷയിൽ തെളിയേണ്ടത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല, മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല, അവനെ സംബന്ധിച്ചിടത്തോളം ഉപമല്ല, വലില്ലാഹിൽ മസലുൽ ആല. പക്ഷേ നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ചില ഭൗതികതയെ നമ്മൾ തട്ടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരു നിലക്കും ചോദ്യം ചെയ്യപ്പെടാൻ പാടുള്ളതല്ല. അള്ളാഹുവിൻ്റെ പ്രവൃത്തിയിൽ അള്ളാഹുവിന് തുല്യമായി യാതൊന്നുമില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ വിധിച്ചോ നിശ്ചയിച്ചോ അതിനനുസരിച്ച് നമ്മൾ പരീക്ഷ, അതിൽ നമ്മൾ വിജയിച്ചാലാണ് നമുക്ക് റിസൾട്ട് അനുകൂലാവുക. അതില്ല എങ്കിൽ പരീക്ഷയിൽ പരാജയപ്പെടും. ഒരാൾ പരീക്ഷയിൽ പരാജയപ്പെട്ടു, പരീക്ഷ നടത്തിയവനെ ആക്ഷേപിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. പരീക്ഷയിൽ വിജയിച്ചാൽ എന്തുകൊണ്ടാണ് വിജയിക്കണത്? അത് തൻ്റെ വിവേകം, തൻ്റെ ബുദ്ധി, തനിക്ക് നൽകിയ മാർഗദർശനം, തനിക്ക് നൽകിയ ഉപദേശം അത് താൻ ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. ആ പരീക്ഷയുടെ വേദിയിലാണ് നമ്മളുള്ളത്. പരീക്ഷ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, പരീക്ഷക്ക് നമ്മൾ വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ അർഹം ഹാലനാ യാ അല്ലാഹ്.